ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെയിലേക്ക് നമ്മൾ പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് വാർത്തകൾ പതിവ് പോലെ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ വാർത്തകളെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കണം. അതിനു മുൻപ് കാലാവസ്ഥ പറഞ്ഞു തുടങ്ങാം. നല്ല ശക്തമായ മഴയാണ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും. ഇനി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ഇടിയോടുകൂടിയ മഴ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ കരുതൽ വേണമെന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശം. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കാലാവസ്ഥയുടെ ആകെ മൊത്തമുള്ള ഒരു സാഹചര്യം. നമുക്ക് വിശദമായി അതും പരിശോധിക്കണം. ഇനി നമ്മൾ വാർത്തകളിലേക്ക് എത്തിയാൽ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ വാർത്താ ദിനങ്ങളിൽ ഒരു പ്രധാന ചർച്ചയായി വരുന്നത് ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദമാണ് അല്ലേ. ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ഒരു നിലപാട് അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ഡിഇയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ സ്കൂളിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഹിജാബ് വിവാദം ഒരു വിധത്തിൽ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ സ്ഥലത്താണ് വീണ്ടും മന്ത്രിയുടെ പരാമർശം വന്നതിന് ശേഷം പുതിയ തലത്തിലേക്ക് ഈ വിവാദം നീങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് മാറ്റം വന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ആധാരം എന്താണ്? അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ നമുക്ക് വിശദമായി അറിയാം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മളോടത് വിശദമായി സംസാരിക്കുന്നുണ്ട് രാവിലെയിൽ. അപ്പോൾ അദ്ദേഹത്തെ അതിഥിയായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രാവിലെയിൽ. അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുക. ഇനി വാർത്തകൾക്കപ്പുറം ചില സിനിമാ വിശേഷങ്ങളുമായി 2 സിനിമാ താരങ്ങൾ കൂടി ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നുണ്ട്. അപ്പോൾ അവരാരാണ്, ഏത് സിനിമയുടെ വിശേഷമാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. നമുക്കപ്പോൾ അതിഥി വിശേഷങ്ങളിലേക്ക് എത്തണം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പരിശോധിക്കണം. എല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. കൊച്ചി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ചൂടുപിടിക്കുന്നു. സ്കൂളിന് ഗുരുതര വീഴ്ചയെന്ന നിലപാടിൽ സർക്കാർ. ഇന്ന് 11 മണിയോടെ റിപ്പോർട്ട് നൽകാൻ സ്കൂളിന് നിർദ്ദേശം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ തുടർ നടപടികളിലേക്ക്. പത്മകുമാറിനെയും എൻ വാസുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങളെയും വിളിച്ചുവരുത്തുമെന്ന് സൂചന. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ തട്ടിപ്പിനെതിരെ വൻ പ്രതിഷേധത്തിന് ഹിന്ദു സംഘടനകൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച ഐ ഗ്രൂപ്പ്. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടെന്ന ആക്ഷേപം. ചെന്നിത്തലയുടെ നോമിനി ആയതാണ് അബിന് തിരിച്ചടിയായതെന്ന് സൂചന. ഹൈക്കമാൻഡിനെ പരാതി അറിയിക്കാൻ KM അഭിജിത്തു. രാജ്യത്തെ നടുക്കി ജയ്സാൽമീറിലെ ബസ് അപകടം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 20ആയി. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബന്ദിമോചനത്തിന് പിന്നാലെ ഗാസയിൽ വീണ്ടും സംഘർഷ സാധ്യത. ഹമാസ് മൃതദേഹം വിട്ടുകൊടുക്കുന്നത് വൈകിക്കുന്നതിൽ പ്രതിഷേധം. ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ വീണ്ടും വെടിവെപ്പുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. രഞ്ജി ട്രോഫി ആദ്യ മത്സരത്തിൽ കേരളം ഇന്ന് മഹാരാഷ്ട്രയെ നേരിടും. മുഹമ്മദ് അസ്റുദ്ദീൻ നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസണും. മത്സരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹിജാബ് വിവാദം അതിങ്ങനെ ചൂട് പിടിക്കുകയാണ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൻ്റേത് ഗുരുതരമായ കൃത്യവിലോപമാണെന്നും ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു. പ്രശ്നം പരിഹരിച്ച് 11 മണിക്ക് മുൻപായി റിപ്പോർട്ട് നൽകാനാണ് സ്കൂളിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
വി അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിവാദം കത്തുകയാണ്. തുടക്കത്തിൽ ഈ ഹിജാബ് ധരിക്കുന്നത് സ്കൂളിൻ്റെ യൂണിഫോമിറ്റിക്ക് എതിരാണ് എന്നുള്ള തരത്തിലുള്ള നിലപാടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പിന്നീട് DEയുടെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ഈ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും മതവിശ്വാസം പിന്തുടരാനും എല്ലാവർക്കും അവകാശമുണ്ട്, ശിരോവസ്ത്രം ധരിച്ചു തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ എന്ന് നിർദ്ദേശിക്കുന്നതും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനവുമായി രംഗത്തേക്കൊക്കെ വരുന്ന സാഹചര്യം കണ്ടു. പക്ഷെ അതേസമയം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈബി ഈഡൻ MP അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചെടുത്തു നിന്നാണ് മന്ത്രി പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള നീക്കങ്ങളുടെ ഒരു സമഗ്ര ചിത്രം, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? ആര്യ, ഹിജാബ് വിവാദം ഏറെക്കുറെ അവസാനിച്ചതായിരുന്നു. ആര്യ സൂചിപ്പിച്ച പോലെ ഇതിനെ ഹൈബി ഈഡനും അതുപോലെ കോൺഗ്രസ് DCC അധ്യക്ഷരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം ഏറെക്കുറെ അവസാനിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ സ്കൂൾ പറയുന്ന യൂണിഫോം ധരിച്ച് എത്താൻ തയ്യാറെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനു പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിക്ക് DDയുടെ റിപ്പോർട്ട് കിട്ടുന്നത്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കിട്ടുന്നത്. സ്കൂളിന്റെ ഭാഗത്തുണ്ടായത് അതീവ ഗുരുതരമായ കൃത്യവിലോപവും മത ആരാധനാ സ്വാതന്ത്ര്യ ലംഘനവുമാണ് നടന്നത്. ഇത് വിദ്യാഭ്യാസ നിയമത്തിൽ ലംഘനമാണെന്ന് കൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പുതിയ നിലപാട്, കഴിഞ്ഞ ദിവസം ഉള്ളതിന് തിരുത്തിയ നിലപാട് പ്രഖ്യാപിച്ചത്. സ്കൂളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സ്കൂളിന് ഒരു ഡ്രസ് കോഡ് തീരുമാനിക്കാം, പക്ഷേ അതിന്റെ വസ്ത്രത്തിന്റെ നിറവും മറ്റും അവർക്ക് തീരുമാനിക്കാൻ, അപ്പുറത്തേക്ക് ഇത്തരത്തിൽ മത സ്വാതന്ത്ര്യ പ്രകാരമുള്ള മതാചാര പ്രകാരമുള്ള ഒരു വസ്ത്രം ധരിക്കണമെന്ന ഒരു വിദ്യാർത്ഥി താല്പര്യപ്പെട്ടാൽ അത് അനുവദിക്കണം. അത് ഇല്ലെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തിനും അവരുടെ മൌലിക അവകാശത്തിനും കൂടി എതിരെന്നൊരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ച് റിപ്പോർട്ട് നൽകാനാണ് സ്കൂൾ പ്രിൻസിപ്പലിനോടും മാനേജറോടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് സ്കൂളിന് ഇഷ്ടമുള്ള ഡ്രസ് കോഡ് തീരുമാനിക്കാമെന്നുള്ളത് തന്നെയാണ്. അത് സ്കൂളിന്റെ അവകാശമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അഭിപ്രായം കൂടി മാനിക്കണമെന്ന നിലപാടാണ് ഇന്നലെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്വീകരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മുമ്പ് സമഗ്രമായ റിപ്പോർട്ട് നൽകാനും മന്ത്രി സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺ, ഇതിപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യൂണിഫോം ധരിച്ച് തന്നെ, യൂണിഫോമിൽ ഹിജാബ് അനുവദിക്കുന്നില്ലെങ്കിൽ അത് ധരിക്കാതെ തന്നെ സ്കൂളിലേക്ക് എത്താൻ തയ്യാറാണെന്ന് ഈ കുട്ടിയുടെ പേരൻസ് നിലപാടെടുത്ത സാഹചര്യത്തിൽ വീണ്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് വരികയും വിവാദം കത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് എതിർചേരി പ്രതിപക്ഷം വലിയ രീതിയിൽ കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവിക വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ക്രൈസ്തവ സഭകളൊക്കെ മന്ത്രിക്കെതിരെ നിലപാടെടുത്ത് രംഗത്ത് വരികയും ചെയ്തു. അവസാനിച്ച പ്രശ്നം, അത് ചില വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ ചില കൂട്ടർ ശ്രമിച്ചു. അത് അവസാനിച്ചു വരുമ്പോഴാണ് മന്ത്രി ഇടപെട്ടതെന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ പുറത്താക്കിയ സംഭവത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥിയെ വസ്ത്രത്തിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണ്. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ മൌലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ ഇടപെടുന്നതാണ് മന്ത്രിയുടെയും സർക്കാരിന്റെയും വിശദീകരണം. പക്ഷേ അവസാനിച്ച വിഷയത്തിൽ എങ്ങനെ മന്ത്രി ഇടപെടുന്നു, അല്ലെങ്കിൽ ഇടപെട്ട് എന്തിനാണ് വീണ്ടും അത് വഷളാക്കുന്ന ചോദ്യം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരണം ഇന്ന് ഉണ്ടായേക്കും. ഏതായാലും ഒരു ഹിജാബ് വിഷയം വീണ്ടും ശക്തമായി തന്നെ ഉയരുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഇനി എങ്ങനെയാണ് ഈ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ പോകുന്നത്? ഇന്നലെ തന്നെ നമ്മൾ പ്രതികരിക്കുമ്പോൾ മന്ത്രിയുടെ വിശദീകരണ കത്തിന് അല്ലെങ്കിൽ വിശദീകരണ റിപ്പോർട്ടിന് മറുപടി നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏതുതരം മറുപടിയാണ്? ആ മറുപടിയിൽ മാത്രം പ്രശ്നം അവസാനിക്കുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. അരുൺ, നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന്, ഈ സ്കൂളിന് തീരുമാനിക്കാം അവരുടെ യൂണിഫോം ഏത് തരത്തിൽ വേണം, എങ്ങനെയാണ് കുട്ടികൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ളത്. ആ പറഞ്ഞ മന്ത്രി ആ
പരാമർശത്തിൽ നിന്ന് പിന്മാറി ഇപ്പോൾ സ്കൂളിനെതിരെ തന്നെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം. സ്കൂൾ അധികൃതരടക്കം ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്കൂളിന്റെ പ്രതികരണമാണ് ഇനി വരേണ്ടത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചിരുന്നു. മന്ത്രിക്ക് മറുപടി നൽകും. മന്ത്രിയുടെ ഇത്തരമൊരു വിശദീകരണ കത്തോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ലഭിച്ചാൽ മറുപടി നൽകുമെന്ന് പറഞ്ഞു. 11 മണിക്ക് മുമ്പ് അവർ മറുപടി നൽകണം. കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രതികരണം ഏത് തരത്തിലാണ് റിപ്പോർട്ട് നൽകുന്ന കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസാനിച്ച പ്രശ്നം, തീർച്ചയായും ഇതൊരു വർഗീയ ചുവ നൽകാൻ ശ്രമം നടന്നിരുന്നു. വർഗീയ നീക്കങ്ങളുടെ ഭാഗമെന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. ബിജെപിയും ഒക്കെ അത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. SDP ആണ് ഇതിന് പിന്നിലെന്ന ഒരു ആരോപണം ബിജെപിയിലെ നേതാവ് ഷോൺ ജോർജ് അടക്കം ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. വീണ്ടും ഇതെന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായത്? സ്വാഭാവികമായും അദ്ദേഹം ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു വർഗീയ ചുവയുള്ള വിഷയത്തിൽ വീണ്ടും ഇടപെട്ട് അത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത് മന്ത്രി എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്നത്. മന്ത്രിയുടെ തന്നെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വരേണ്ടതുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. ഒരു കാര്യം കൂടി അരുൺ, അതായത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ന തരത്തിൽ വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ അതേ വിഷയം തന്നെയാണോ? അതായത് ഒരു വ്യക്തിക്ക് അവരുടെ മതസ്വാതന്ത്ര്യം, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഹിജാബ് ധരിച്ച് തന്നെ വരട്ടെ എന്നുള്ള തരത്തിലാണ് പൊതുവായി സർക്കാരിൻ്റെ ഒരു നിലപാടായിട്ട് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് വന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യം എടുത്ത ആ ഒരു നിലപാട് മന്ത്രി വി ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ ഒരു നിലപാട് എന്ന തരത്തിൽ മാത്രം ഇപ്പോൾ ഒതുങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ടോ? പ്രാഥമിക പ്രതികരണമാണ് അന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വിവാദം വന്ന ഉടൻ സ്വാഭാവികമായ ഒരു സ്കൂളിലെ യൂണിഫോം തീരുമാനിക്കുന്നതിന് മാനേജ്മെന്റുകളാണ്. സ്കൂളിൽ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് കുട്ടികൾ ധരിച്ചു വരേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്. മറ്റുള്ളവർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അവിടെ ഒരു മാനേജ്മെന്റ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അഡ്മിഷൻ നൽകുമ്പോൾ തന്നെ ഇവിടുത്തെ യൂണിഫോം ഇതെന്ന് പറഞ്ഞ് വളരെ കൃത്യമായി തന്നെയാണ് ആ സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനുശേഷം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവിടെ മറ്റു വസ്ത്രങ്ങൾ കുട്ടികൾ ഇട്ട് വന്നാൽ മാനേജ്മെന്റ് അനുവദിക്കാറുമില്ല. ആ ഒരു നിലപാടാണ് മന്ത്രി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം അവിടെ ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ നിയമ ലംഘനത്തിന്റെ, ദേശീയ വിദ്യാഭ്യാസ നിയമത്തിന്റെ ലംഘനമുണ്ടായി. സ്കൂളിന്റെ ഭാഗത്ത് കൃത്യവിലോപമുണ്ടായി. അതിനപ്പുറത്തേക്ക് മതാചാര സ്വാതന്ത്ര്യത്തിന് ലംഘനം, ഇന്ത്യ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യ ലംഘനമുണ്ടായി എന്നാണ് ഈ DDയുടെ റിപ്പോർട്ടിലുള്ളത്. അവിടെ അത് പശ്ചാത്തലമാക്കിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇന്നലെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അവിടെയാണ് മന്ത്രിയുടെ അഭിപ്രായത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ടായത്. ആദ്യം സ്കൂളിനെ നടപടിയെ പിന്തുണച്ചുകയും പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് കടുത്ത വിമർശനവുമായി മന്ത്രി രംഗത്ത് വരികയും ചെയ്തു. ആ സാഹചര്യമാകും ഇനി മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കാൻ പോകുന്നത്. യെസ്, വി അരുൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡാനി പോൾ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാറിയ നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ, അത് സ്കൂൾ അധികൃതർ ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ശക്തമായ വിമർശനം തന്നെയല്ലേ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഭവ്യ, ശക്തമായ വിമർശനം തന്നെയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെല്ലാം അവസാനിച്ചു എന്ന ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നു. കുട്ടി അടുത്ത ദിവസം മുതൽ സ്കൂളിലേക്ക് വരും. അത് ആ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. സ്കൂൾ നിയമങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടതെന്ന് കുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നു. തങ്ങളൊരു വിവാദത്തിലേക്കുമില്ല. സ്കൂൾ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടി സ്കൂളിലേക്ക് തന്നെ വരും. എന്താണ് ഇവിടുത്തെ ഒരു ബൈലോ, ഒരു പ്രോട്ടോകോൾ എന്താണ്, അതനുസരിച്ചുകൊണ്ട് തന്നെ കുട്ടി മുന്നോട്ട് വരും. മറ്റു വിവാദങ്ങൾക്കില്ല എന്നതെല്ലാം തന്നെ ചർച്ചകൾക്ക് ശേഷം അവർ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഹൈബി ഈഡൻ MPയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങി കോൺഗ്രസ് നേതാക്കളാണ് എല്ലാവരും തന്നെ. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇന്നലെ ചർച്ചകൾ നടന്നത്. അതിനുശേഷം അത് തീർച്ചയായും ഇതൊരു മറ്റൊരു വിഷയത്തിലേക്ക്, ഒരു വർഗീയ ചുവയുള്ള ഒരു വിഷയം തന്നെയാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ. ആ ഒരു തരത്തിലേക്ക് ഒരു ചർച്ചകളും പോകേണ്ടതില്ല. കാരണം ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയും അത് പിന്നീട് ഇത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ വിഷയങ്ങൾ രമ്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന ഒരു തീരുമാനം സ്ഥലം MP എന്ന രീതിയിൽ ഹൈബി ഈഡൻ അടക്കം എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ചർച്ചകൾ നടത്തി ഇന്നലെ അത് സമവായത്തിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു.
പക്ഷെ അതിന് ഒടുവിലാണ് വൈകുന്നേരത്തോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. കുട്ടിയുടെ പിതാവ് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു പരാതി അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അവരൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ അവരുടെ അഭിഭാഷകയും സംസാരിച്ചത് ഇതിന് മറുപടി നൽകണം, 11 മണിക്ക് മുൻപായിട്ട് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ മറുപടി തീർച്ചയായും തന്നെ നൽകും. അത് ഉത്തരവാദിത്തപ്പെട്ടതാണ്, അത് മറുപടി തന്നെ നൽകും. പക്ഷെ ഇത് അവസാനിച്ച ഒരു വിഷയമാണ് ഈ രീതിയിലേക്ക് വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അത് തീർച്ചയായും തന്നെ അത്തരം ഒരു നടപടികൾ അത് ഇപ്പോഴുള്ള ഒരു അന്തരീക്ഷം തകർക്കുന്നതുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ അവരുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഇത്തരം ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട, ഓഫീസിന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട ആ മറുപടി 11 മണിക്ക് മുൻപായിട്ട് നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഡാനി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ ശക്തമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം. ഇപ്പോൾ മന്ത്രിക്കെതിരെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് KCBCയും. ഈ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ KCBCയുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത്, അല്ലേ? ഇതിൽ KCBC ജാഗ്രതാ കമ്മീഷന്റേതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഡോക്ടർ മൈക്കിൾ പുളിക്കലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് പ്രസ്താവന, മന്ത്രിയുടെ പ്രസ്താവന അപക്വവും അജ്ഞത നിറഞ്ഞതുമാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇതിൽ സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്തേണ്ട ജനപ്രതിനിധി വിഭാഗീയതയുടെ വക്താവാകരുതെന്നും ജാഗ്രതാ കമ്മീഷൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ പലതും തന്നെയും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മന്ത്രിയുടെ നടപടി അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ വന്നിരുന്നത്. തീർച്ചയായും ഈ ഇപ്പോൾ അവസാനിപ്പിക്കപ്പെട്ട ഒരു വിഷയം അത് എന്തുകൊണ്ട് വീണ്ടും അത് ഉയർത്തപ്പെടുന്നു, വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും ഈ ഇത്തരം ഈ ഓരോ സ്കൂളിന്റെയും ഡ്രസ് കോഡുകൾ അത് അവരുടെ ഒരു സ്വതന്ത്ര അവകാശമാണ് എന്ന നിലയിൽ തന്നെ നിലനിൽക്കുമ്പോൾ പോലും അതിനൊരു പൊളിച്ചെഴുത്ത് എന്ന രീതിയിലേക്ക് പലർക്കും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ വീണ്ടും വലിച്ചഴക്കപ്പെട്ടത് മന്ത്രി തന്നെയാണ്. അത് എന്തുകൊണ്ട് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു എന്നതടക്കം ഇതിൽ നമ്മുടെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പുരോഹിതരടക്കം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു നടപടി വീണ്ടും ഈ വിഷയത്തെ ഒന്നുകൂടി അത് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഏത് രീതി ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. ഏത് രീതിയിലാണ് അവരിതിനോട് പ്രതികരിക്കുക? കാരണം ഇന്നലെ അവർ ആ വിഷയങ്ങളിൽ ഇനി തങ്ങൾക്ക് വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഈ രീതിയിലേക്ക് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുമെന്ന് തങ്ങൾ കരുതിയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഇതിൽ കൃത്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരേണ്ടത് കുട്ടിയുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയുമാണ്. വരും മണിക്കൂറിൽ നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. ഡാനി, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് നമ്മൾ ന്യൂസ് 18നോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. പല കോണിൽ നിന്ന് ഈ മതസംഘടനകളുടെ അടക്കം ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അത്തരത്തിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു, കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിന് ശക്തമായ സുരക്ഷയൊക്കെ, പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഒരു ആ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും സാഹചര്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഉള്ളത് നിലവിൽ. കാരണം ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പലരും തന്നെ സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് പോലീസ് സുരക്ഷ ഒരുക്കേണ്ടത് ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നു. പലരും പറയുമ്പോൾ പോലും തന്നെ ഈ വിഷയങ്ങൾ വീണ്ടും അതേ രീതിയിലേക്ക് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിന്റെ ഒരു ഇടപെടൽ കൊണ്ട് വീണ്ടും അതേ രീതിയിലേക്ക് തിരിച്ചുവിടപ്പെട്ടു എന്ന രീതിയിലുള്ളൊരു വിമർശനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും എന്താണ് ഇനി വരും മണിക്കൂറുകൾ ഇനി ഒരുപക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു വിഷയം മാത്രമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജ്മെന്റ് എടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് ഇത്രയധികം ഇടപെടലുകൾ ഉണ്ടാകുന്നു എങ്കിൽ അത് തീർച്ചയായും തന്നെ അത് കരുതലോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യവും തന്നെയാണ്.
ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ അവരവരുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. യെസ്, തീർച്ചയായും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഡാനിയും അരുണും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനുനയ നീക്കമൊക്കെ നടത്തി ചർച്ചകളൊക്കെ നടത്തി പരിഹരിക്കപ്പെട്ട ഒരു വിഷയം, അവിടെ നിന്നാണ് മന്ത്രിയുടെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ ഈ വിവാദത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ വിവാദം വീണ്ടും കത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ മന്ത്രിയുടെ വാക്കുകളാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞു, പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഈ സ്കൂളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ എന്തിന് അദ്ദേഹം രംഗത്തേക്ക് എത്തിയെന്ന വലിയൊരു ചോദ്യം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തന്നെയാണ് ആ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടത്, മറുപടി നൽകേണ്ടത്. രാവിലെയിൽ നമുക്കൊപ്പം അദ്ദേഹം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി. അതോടൊപ്പം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നടക്കം ഇനി ഈ വിഷയത്തിൽ ഏത് തലത്തിൽ പ്രതികരണം ഉണ്ടാകും, ക്രൈസ്തവ സംഘടനകളെ ഈ വിഷയത്തിൽ ഏത് തരത്തിൽ നിലപാട് അറിയിക്കും, അതോടൊപ്പം തന്നെ മുസ്ലിം മത സംഘടനകളൊക്കെ ഏത് തലത്തിൽ നിലപാട് അറിയിക്കുമെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കണ്ടറിയാം. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ വീണ്ടും ശക്തമാകുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഇരുവരുടെയും ഭരണസമിതിയിലെ ബോർഡ് അംഗങ്ങളെയും SIT ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇനി ഇതിനെല്ലാം ഇടയിലാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് നമ്മൾ കണ്ടത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിനെതിരെ വൻ ഭക്തജന പ്രക്ഷോഭം. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ അഴിമതികൾക്കെതിരെയാണ് നാമജപയാത്ര നടക്കുക. കൃത്രിമ കരിപ്രസാദ നിർമ്മാണം പുറത്തായതിന് പിന്നാലെയായിരുന്നു കൊട്ടാരക്കരയിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. സംഭവത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും ഉൾപ്പെടെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. കുലശേഖരനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാമജപയാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിക്കും. ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി വിശ്വാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ അഴിമതിക്കെതിരെ നിരവധി ഭക്തജനങ്ങളാണ് നാമജപയാത്രയിൽ അണിനിരക്കുക. കരിപ്രസാദത്തിൽ മാത്രമല്ല, ഉണ്ണിയപ്പം നിർമ്മാണത്തിൽ പോലും വലിയ അഴിമതി നടക്കുന്നതായാണ് ആരോപണം. മുമ്പ് പല അഴിമതികളും കണ്ടെത്തിയിരുന്നു. അതേസമയം ക്ഷേത്രത്തിലെ സ്വർണം അളന്ന് തിട്ടപ്പെടുത്തണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. വിജിലൻസ് പരിശോധനയിൽ ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും ദേവസ്വം കെട്ടിടത്തിൽ നിന്നും കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനകളും തുടരുകയാണ്. സംഭവത്തിൽ കേസെടുത്ത് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച ഐ ഗ്രൂപ്പ്. സംഘടനയിൽ രാഹുൽ ഗാന്ധി തുടക്കമിട്ട ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ആക്ഷേപം. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ മാത്രം പരിഗണിച്ചല്ല അബിന് അധ്യക്ഷ പദവി നിഷേധിക്കപ്പെട്ടതെന്നും രമേശ് ചെന്നിത്തലയുടെ നോമിനി ആയതാണ് തിരിച്ചടിയായി മാറിയതെന്നുമുള്ള വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രതീക്ഷിച്ച പരിഗണന ലഭിക്കാതിരുന്ന KM അഭിജിത്തും ദേശീയ നേതൃത്വത്തെ വിയോജിപ്പ് അറിയിക്കുമെന്നാണ് സൂചന. കണ്ണൂർ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ യാത്രയയപ്പ് സമ്മേളനത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുകയും CPMനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത സംഭവത്തിൽ ഏക പ്രതിസ്ഥാനത്തായ PP ദിവ്യ എന്ന യുവ വനിതാ നേതാവിനെ തള്ളിപ്പറയുകയും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും മാത്രമായിരുന്നു പാർട്ടിയുടെ മുന്നിലുണ്ടായിരുന്ന ഏക പ്രതിവിധി. കണ്ണൂർ ചെങ്ങളായിൽ പുതുതായി തുടങ്ങാനിരുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദത്തിന് തുടക്കം. പമ്പിന്റെ NOC ലഭിക്കുന്നതിനായി ADM കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം.
പി ദിവ്യ നടത്തിയ ഈ ആരോപണമാണ് സ്ഥലം മാറിപ്പോവുകയായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് വഴിവെച്ചതെന്നായിരുന്നു കുറ്റപത്രം. റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ യാത്രയയപ്പ് പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് നവീൻ ബാബുവിനെതിരെ ദിവ്യയുടെ പരാമർശമുണ്ടായത്. പിന്നാലെ അടുത്ത ദിവസം ADMനെ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ദിവ്യ ഉന്നയിച്ച പരാമർശമാണ് മരണത്തിനിടയാക്കിയതെന്ന കുടുംബത്തിന്റെ ആരോപണം CPMനെ ശരിക്കും വെട്ടിലാക്കി. പാർട്ടി കുടുംബത്തിന്റെ വാദങ്ങളെ തള്ളാനാകാതെ കണ്ണൂരിലെ CPMും പ്രതിരോധത്തിലായി. തുടർന്ന് ദിവ്യയെ കൈയൊഴിയാൻ പാർട്ടി തീരുമാനിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസിന് കീഴടങ്ങിയ ദിവ്യ 10 ദിവസം സെൻട്രൽ ജയിലിൽ റിമാൻഡിലുമായി. വിഷയത്തിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം എടുത്ത നിലപാട് കണ്ണൂരിലെ CPM നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കി. തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാതിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അടക്കം സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല. അനവസരത്തിലുള്ള പരാമർശത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതം അവസാനിച്ചപ്പോൾ CPMന് നേരിട്ട ആഘാതം ഏറെ വലുതാണ്. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് കല്ലടിക്കോട് വെടിയേറ്റ് മരിച്ച യുവാക്കളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കല്ലടിക്കോട് മരുതുംകാട് സ്വദേശികളായ ബിനു, നിധിൻ എന്നിവരാണ് മരിച്ചത്. കരിമ്പ മരുതുംകാട് പഴയ സ്കൂളിന് സമീപം ഇന്നലെ വൈകിട്ട് ആയിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം നാളെ ആരംഭിക്കും. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി ബഹ്റിനിലേക്ക് പോകും. ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. മലയാളം മിഷന്റെയും വിവിധ മലയാളി സംഘടനകളുടെയും പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ദുബായ് സന്ദർശിക്കാനും അനുമതി തേടിയെങ്കിലും കേന്ദ്രം അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത മാസം 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളെല്ലാം പരിശോധിക്കണം. അതിഥി വിശേഷങ്ങളിലേക്ക് എത്തണം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. അത് പ്രാബല്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്, പക്ഷേ അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഗാസ സമാധാന കരാറിലെ ആദ്യഘട്ടമായ ബന്ദി മോചനത്തിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നു. ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ഹമാസ് എടുക്കുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നും രണ്ടാം ഘട്ടമായ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. അതേസമയം ഇന്നലെ വീണ്ടും ഗാസയിൽ IDFന്റെ വെടിവെപ്പുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം ശാന്തമായി മുന്നോട്ട് പോകുന്നു. ഈ കരാർ പൂർണ്ണമായും വിജയത്തിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ കടന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് നിന്ന് ചില അനിശ്ചിതത്വങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ്. വീണ്ടും അശാന്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. എവിടെയാണ് ഈ കരാർ നടപ്പാക്കുന്നതിൽ ഒരു പാളിച്ച സംഭവിച്ചത്? ആര്യ, ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബന്ദിമോചനം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ജീവനോടെയുള്ള എല്ലാ ആൾക്കാരെയും ഹമാസ് വിട്ടുനിൽക്കിയെങ്കിലും മരിച്ച ആൾക്കാരുടെ മോചനം, മരിച്ച ആൾക്കാരുടെ മൃതദേഹത്തിൻ്റെ കൈമാറ്റം ഇപ്പോഴും വളരെ ത്വരിതഗതിയിലല്ല നടക്കുന്നത്. വളരെ പതുക്കെയാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ 8 പേരുടെ മൃതദേഹം മാത്രമേ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുള്ളൂ. ഇനിയും 20ഓളം പേരുടെ മൃതദേഹങ്ങൾ കൈമാറാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൈമാറാമെന്ന് പറയുന്നുമുണ്ട് ഹമാസ്. പക്ഷേ ഇത് അതേ ദിവസം, അത് തിങ്കളാഴ്ച തന്നെ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. എന്തുകൊണ്ട് ഹമാസ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഹമാസിന് ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഇത് ബന്ദികളെ കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഹമാസ് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സമാധാന കരാർ നിലവിലുണ്ട്. ഇത് അവസാന ശ്രമമാണ് ഗാസയിലെ സമാധാനത്തിന്. ഇതിൽ ഹമാസ് അനുകൂലമായി നിന്നില്ലെങ്കിൽ, നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും. ഹമാസിനെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് സമാധാനത്തിൻ്റെ രീതിയിൽ
നീക്കത്തിലൂടെയാണെങ്കിൽ അങ്ങനെ പോകും, അല്ല എന്നുണ്ടെങ്കിൽ ആയുധപരമായി സൈനിക നീക്കത്തിലൂടെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുമെന്നുള്ള മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അങ്ങനെ വലിയ രീതിയിൽ അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതായത് എത്രയും വേഗം ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുക, അവരുടെ ഇനിയും വച്ച് നീട്ടരുത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്ന മുന്നറിയിപ്പ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ വലിയൊരു ആക്രമണം നടത്തി ആകെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും റോഡുകളടക്കം നശിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെ മൃതദേഹങ്ങൾ എളുപ്പത്തിൽ കൈമാറുന്ന കാര്യത്തിൽ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ന് തന്നെ 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറും. വരുന്ന മണിക്കൂറുകളിൽ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളും വളരെ വേഗത്തിൽ കൈമാറാനായിട്ടുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറയുന്നത്. അതും എത്രയും വേഗം, അതായത് ആദ്യഘട്ടം ഏറെക്കുറെ പൂർത്തിയായ സ്ഥിതിക്ക് രണ്ടാം ഘട്ടം അധിക സമയമില്ലാതെ അല്ലെങ്കിൽ ഉടൻ തന്നെ നടപ്പാക്കണം എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ CBS എന്ന് പറയുന്ന വാർത്താ മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതായത് ആദ്യഘട്ടം ഗാസയുടെ സമാധാന കരാറിൽ ഏറ്റവും ആദ്യഘട്ടമായിരുന്നു ബന്ദിമോചനം. അത് ഏറെക്കുറെ പൂർത്തിയായ സ്ഥിതിക്ക് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ നിരായുധീകരണം, ഹമാസിന്റെ നിരായുധീകരണം എത്രയും വേഗം നടപ്പാക്കണമെന്നുള്ളതാണ്. അതിന് ഇനി ഒരു സമയവും ബാക്കിയില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇക്കാര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഹമാസ് പറയുന്നത് തങ്ങൾ വലിയ ആയുധങ്ങൾ, അതായത് വലിയ മെഷീൻ ഗണ്ണുകൾ അടക്കം ടാങ്കുകൾ അടക്കം അവർക്ക് മറ്റ് അത്തരത്തിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ആയുധങ്ങളെല്ലാം തങ്ങൾ പലസ്തീനിൽ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ കൈമാറാം. പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ അത് വച്ച് കൈമാറാൻ അല്ലെങ്കിൽ വച്ച് കീഴടങ്ങാൻ തങ്ങൾക്ക് താല്പര്യമില്ല. അത്തരത്തിൽ ഉള്ള ചെറിയ ആയുധങ്ങൾ, ഒരുപക്ഷെ തോക്കൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അത്തരം സാധനങ്ങളൊന്നും കൈമാറാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു നിബന്ധന ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എല്ലാ ആയുധങ്ങളും ഡിസ്ആർമമെന്റ് അടക്കം ഡീമിലിറ്ററൈസേഷൻ അടക്കം ഉണ്ടാവണമെന്ന്. അത് ഡിസ്ആർമമെന്റ് എന്ന് പറയുമ്പോൾ നിരായുധീകരണം, ഡീമിലിറ്ററൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനി ഒരു തരത്തിലും ഇത്തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടാകാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി വയ്ക്കരുത്. ആയുധശാല അടക്കം സൈനിക കേന്ദ്രങ്ങളടക്കം ഹമാസിന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം അവിടെ ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തിയാലേ ഈ വ്യവസ്ഥ അടുത്ത ഘട്ടത്തിലേക്ക്, മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പോൾ ഈ ഗാസയിലെ സമാധാന കരാർ നടപ്പിലാക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണവും അതുമായി ബന്ധപ്പെട്ട ഡീമിലിറ്ററൈസേഷനുമാണ്. അപ്പോൾ അത് എങ്ങനെ നടപ്പാകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ഗാസയുടെ സമാധാന കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നലെ ഗാസയിൽ ഒരു വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഒരു പരിധിവരെ പിന്നോട്ടിറങ്ങണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് യെല്ലോ ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ ഗാസയുടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഒരു യെല്ലോ ലൈനിലേക്ക് പിന്മാറിയിട്ടുണ്ട്. ഈ യെല്ലോ ലൈനിലേക്ക് പലസ്തീനുകാർ കടക്കരുത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം ലംഘിച്ച പലസ്തീനികൾക്കെതിരെ IDF വെടിയുതിർത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം IDF പറയുന്നത് ഇങ്ങനെയാണ്: ഈ യെല്ലോ ലൈൻ ആ പ്രദേശത്തേക്ക് ഒരു പലസ്തീനികളും കടക്കരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് IDF നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇത് ഇങ്ങനെയാണ് സാഹചര്യം. എന്തായാലും ഇന്നലെ കൈമാറിയ മൃതദേഹങ്ങൾ ഇസ്രായേലിൽ സംസ്കരിച്ചു കഴിഞ്ഞു. അവിടുത്തെ ബാക്കിയുള്ള 8 പേരുടെ മൃതദേഹങ്ങളും അവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താനുമുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയായിരിക്കുകയാണ്. അതേസമയം തന്നെ ഇസ്രായേൽ കൈമാറിയ 45 മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലസ്തീൻ. അവരുടെ മൃതദേഹങ്ങൾ കൈമാറുമ്പോൾ ആരുടെയൊക്കെ മൃതദേഹങ്ങളാണെന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ കൈമാറിയിരുന്നില്ല. അത് മനഃപൂർവ്വമാണോ ഇസ്രായേൽ ചെയ്യാത്തത് എന്നുള്ളതാണ് പലസ്തീൻ ആരോപിക്കുന്നത്. അതുപോലെ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഇവർ ഈ ജീവനോടെ കൈമാറിയ പലസ്തീനികൾ അവർ വീടുകളിലെത്തി അവർ ആഘോഷം പങ്കിടുകയാണ്. ആര്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും സമാധാനപരമായി 1-ാം ഘട്ടം പരിപൂർണ വിജയത്തിലേക്ക് ഗാസ സമാധാന കരാർ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് വീണ്ടും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ദിമോചനത്തിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉരുണ്ടുകൂടുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ഹമാസ് എടുക്കുന്ന കാലതാമസമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്.
ഈ ഹമാസ് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നും രണ്ടാം ഘട്ടമായ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, ഇതിപ്പോൾ ഈ ഒന്നാം ഘട്ടം പരിപൂർണമായ വിജയത്തിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്നിരിക്കെ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അത്തരത്തിലുള്ള ചില സൂചനകൾ രംഗത്തേക്ക് വരുന്നുണ്ടോ? ആര്യ, രണ്ടാം ഘട്ടത്തിന് ഇനിയൊരു ചർച്ചയില്ല. രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. ആദ്യ ഘട്ടം കഴിഞ്ഞാൽ നേരെ രണ്ടാം ഘട്ടത്തിലേക്ക് എന്നുള്ളതാണ് നിലപാട്. അതിൽ ഇനിയിപ്പോൾ ഒരു പ്രത്യേക ചർച്ചയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും നിലപാട്. എന്നാൽ ഈ കാര്യത്തിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണവും ഗാസയിലെ ഡീമിലിറ്ററൈസേഷനുമാണ്. അതായത് ഗാസയിൽ ഇനി ഒരു തരത്തിലും ഹമാസിന്റെ ആയുധങ്ങളോ ഹമാസിന്റെ ആയുധ കേന്ദ്രങ്ങളോ ഹമാസിന്റെ സൈനികരോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ നിരായുധീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ഹമാസിന്റെ എല്ലാ ആയുധങ്ങളും ഇതുവരെ ഇനിയിപ്പോൾ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ അതുപോലും താഴെ വെച്ച് കീഴടങ്ങണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം, അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം. ഗാസ സമാധാന കരാറിൽ എഴുതി വച്ചിരിക്കുന്ന രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ അതിൽ ഹമാസ് കുറച്ച് നിബന്ധനകൾ കൊണ്ടുവരുന്നത് തങ്ങൾക്ക് എല്ലാ ആയുധങ്ങളും, അതായത് യുദ്ധസന്നാഹമായിട്ടുള്ള സാധനങ്ങളെല്ലാം തങ്ങൾ കൈമാറാൻ അല്ലെങ്കിൽ വച്ച് കീഴടങ്ങാമെന്നുള്ളത് ഹമാസ് സമ്മതിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൈവശം വയ്ക്കാനുള്ള ചെറിയ ചെറിയ തോക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈവശം വയ്ക്കാനുള്ള അനുവാദം വേണമെന്നുള്ളതാണ്. അതിന് ഈ ഗാസ സമാധാന കരാറിൽ അത്തരത്തിലൊരു നിബന്ധന വേണം എന്നുള്ളതാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ആവശ്യത്തോട് ഒരു തരത്തിലും അമേരിക്കയോ ഇസ്രായേലോ അംഗീകരിക്കുമെന്നുള്ളത് നമുക്ക് ശരി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനും വിശദീകരണം നൽകാനും വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി അരുണിനോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടി ചേരുകയാണ് തത്സമയം അരുണിലേക്ക്. ആര്യ, ഈ ഹിജാബ് വിഷയം വീണ്ടും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വാർത്തകൾ ഇന്നലെ ഏകദേശം തീർന്നുവെന്ന് അവസാനിച്ചുവെന്ന് എല്ലാവരും പറഞ്ഞ വിഷയമാണ്. പക്ഷേ അങ്ങനെ കൃത്യമായ ഒരു അച്ചടക്ക ലംഘനം, കൃത്യവിലോപം സ്കൂളിന്റെ ഭാഗത്തുണ്ടായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറി ഇന്നലെ വൈകിട്ട് ഒരു വാർത്താക്കുറിപ്പിലൂടെ പുതിയൊരു നിലപാടിലേക്ക് പോയി? എന്റെ നിലപാടിലൊന്നും ഒരു മാറ്റമില്ല, ഗവൺമെന്റ് നിലപാടിലൊരു മാറ്റമില്ല. ഇപ്പം ഗവൺമെന്റ് നിലപാട് മറ്റു പല സംസ്ഥാനങ്ങളുടെ നിലപാടിനേക്കാൾ വ്യത്യസ്തമാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ പരിപൂർണമായിട്ടുണ്ട്. പക്ഷെ ഒരു സ്കൂളാകുമ്പോൾ സ്കൂളിന്റെ അച്ചടക്കം പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്കൂളിന് ഒരു യൂണിഫോം തീരുമാനിക്കുന്നതിന്റെ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ചില അധികാരങ്ങളുണ്ട്. പക്ഷെ അധികാരങ്ങൾ കുട്ടികളുടെ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി പാടില്ല. ഇത് തന്നെയാണ് എന്റെയും ഗവൺമെന്റിന്റെ നിലപാട്. ഈ പള്ളുരുത്തി സെന്റ് തോമസ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടവരുടെ പരാതി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തിയ അവസരത്തിൽ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നടപടി ശരിയല്ല എന്നുള്ള നിലയിൽ രേഖാമൂലം മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിന് ഒരു കത്ത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ പ്രശ്നം പിന്നെ ശാന്തമായ രീതിയിൽ പിന്നെ ഇരു കൂട്ടർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ വഷളാവാതെ പരിഹാരം കാണണമെന്നുള്ളതാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ. അപ്പോൾ മാനേജ്മെന്റിന് ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ശിരോവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ വന്ന് പരാതി നൽകി അവർ പിൻവലിച്ചു, ശരി തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോമിന് ഉതകുന്ന അല്ലെങ്കിൽ അതിൽ ചേരുന്ന ശിരോവസ്ത്രം സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ആ കുട്ടിക്ക് ധരിച്ചുകൊണ്ട് വരാം. അവരുടെ യൂണിഫോമിനെ ബാധിക്കാത്ത രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടില്ല, വിശ്വാസത്തിന് കളങ്കം ഉണ്ടാവില്ല. യൂണിഫോമിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അതല്ല ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ഇനിയിപ്പോൾ പത്രങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്തോളം കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് ഇപ്പം പ്രശ്നമില്ല എന്ന് പറയാം. പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമല്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ പ്രശ്നം.
അത് കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ പിടിവാശിയൊന്നുമില്ല. ഗവൺമെന്റിന് പിടിവാശിയില്ല. ഗവൺമെന്റിന് വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന കാര്യങ്ങളും അത് ഏത് സാഹചര്യത്തിലാണ് നടപ്പിലാക്കിയാലേ മതിയാവും. ആ കാര്യത്തെ ആരും വെല്ലുവിളിക്കാൻ വേണ്ടി വരേണ്ട കാര്യമില്ല. ഈ പ്രതിപക്ഷം പറയുന്നില്ലേ, അവിടുത്തെ MP ഹൈബി ഈഡനും ഒക്കെ ഇടപെട്ടിട്ട് പ്രശ്നം അവസാനിച്ചു, അവർ യൂണിഫോം ധരിക്കാമെന്നും പറഞ്ഞു, ഇത് വേണ്ടാന്നും പറഞ്ഞു. പിന്നീട് മന്ത്രി പറഞ്ഞതാണ് പ്രകോപനങ്ങൾക്ക് വീണ്ടും കാരണമാകുന്നതെന്നാണ് അവർ പറയുന്നത്. ഈ ഹൈബി ഈഡൻ അടുത്ത പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ചെന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നല്ല കാര്യം തന്നെയാണ്. DCCയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന് അഭിപ്രായം പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ പിന്നെ പാർലമെന്റ് മെമ്പർക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്നതുകൊണ്ട് പാർലമെന്റ് മെമ്പർ പോയി ചർച്ച നടത്തിയത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. പക്ഷെ പരിശ്രമിക്കുമ്പോൾ ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടോ വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടോ അവിടുത്തെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരുമായിട്ടോ ഒക്കെ ഒന്ന് ചർച്ച ചെയ്യണമായിരുന്നു. എങ്കിൽ പിന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അതിനുമുമ്പ് നമ്മൾ നടപടി ഇവിടെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കാരണം ഒരു പരാതി കിട്ടിയാൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിനെ വേറെ രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ റിപ്പോർട്ട് ഇനി ഒന്നുകൂടെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന കാര്യമില്ല. BJP പറയുന്നത് ഈ മുസ്ലിം മതമൗലിക സംഘടനകളുടെ ഭീഷണിക്ക് വഴങ്ങി മന്ത്രി നിലപാട് മാറ്റുകയായിരുന്നതാണ്. അതിനെന്താണ് മറുപടി? അതൊന്നും ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് അവരുടെ അഭിപ്രായമാണ്. ഈ സ്കൂളുകളിലെ ചെറിയ വിഷയം പോലും ഇത്തരത്തിൽ വർഗീയമായി ഉപയോഗിക്കപ്പെടുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതാദ്യമല്ല, പല വിഷയങ്ങളും. ഇത് ഞാൻ മന്ത്രിയായ ശേഷം ഇതേപോലെ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നമൊക്കെ തന്നെ പിന്നെ പടർന്നു പിടിക്കാതെ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബോധപൂർവ ശ്രമങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അല്ല, ഇത് എങ്ങനെയാണ് ഇത്രയും ദിവസമില്ലാതെ നിലയിൽ ഇപ്പോൾ ഒരു നിലപാട് രക്ഷകർത്താക്കൾ എടുക്കുക, പിന്നെ രക്ഷകർത്താക്കൾ മാറുക, പിന്നെ ഒത്തുതീർപ്പിന് വേണ്ടി DCC പ്രസിഡന്റും IB ഈഡനോട് വരിക, അവിടുത്തെ പിന്നെ മാനേജ്മെന്റ് ഒരു പ്രസ്താവന നടത്തുക. ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല. നമുക്ക് ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയില്ല. അവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്കൂള് നടന്നു പോകണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അനാവശ്യമായി കുട്ടികളുടെ അവകാശത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഒരു പരാതി വന്നപ്പോൾ അവിടെ കുട്ടിയുടെ അവകാശ ലംഘനം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് തേടി, അത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് അത് പരാതി ഇല്ലെങ്കിൽ സർക്കാർ ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതൊരു അവകാശ ലംഘനത്തിന്റെ പ്രശ്നം മാത്രമല്ല, കൂടുതൽ മറ്റു പ്രദേശത്തിൽ കൂടി പടർന്ന് പിടിച്ച് കൂടുതൽ വഷളാവാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇടപെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് പരാതി ഇല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. അവർക്ക് പരാതി ഇല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. മേലിൽ ഇത്തരം കാര്യങ്ങൾ അവർ ആവർത്തിക്കാൻ പാടില്ല. അതിന് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയുടെ അവകാശം, അത് മതപരമായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ലംഘനമൊക്കെ ഉണ്ടായപ്പോൾ സർക്കാർ സ്വാഭാവികമായി ഇടപെട്ട് റിപ്പോർട്ട് തേടി. പക്ഷേ അവർക്ക് പരാതിയില്ലെങ്കിൽ ആ വിഷയം അവസാനിപ്പിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ വർഗീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തടയണം തന്നെയാണ് മന്ത്രി പറയുന്നത്. ഏതായാലും ഇതോടുകൂടി വിവാദം അവസാനിപ്പിക്കുന്ന പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, VV അരുണിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് തത്സമയം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കുകയായിരുന്നു. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ ശ്രമിക്കുന്നത്. അത് രമ്യമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസ ലംഘനം, അവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാത്രമായിരിക്കും സ്കൂളിനെതിരെ നടപടി ഉണ്ടാവുക. അതുകൊണ്ട് DEയുടെ നോക്കാം. തൃശൂർ സ്വദേശികളായ രാജേഷ് നായരുടെയും അജിത രാജേഷിന്റെയും മകൾ ആര്യ രാജേഷിന്റെ 7ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ആര്യമോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. യെസ്, അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.